ഹേ ഗായ്സ്, എന്താണ് പരിപാടി എന്നറിയാം? അമ്മതേ എന്നെ എടുത്ത് തല തേച്ച് വെച്ചോണ്ടിരിക്കുക. ഒന്നുമില്ല, 2-3 മുടിയൊക്കെ നരച്ചായിരുന്നു. പിന്നെ എനിക്ക് കുറേ താരനൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മമ്മി പറഞ്ഞു, എടാ നീ എന്നെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞ്. എന്നിട്ട് ചേച്ചിയാണ് ഉണ്ടാക്കിയത്. യോ 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 കളറും വരുമായിരിക്കും, ചിലപ്പോൾ ബ്രൗൺ ആണ്. വരുവാണെങ്കിൽ നിങ്ങൾ പറയണേ കേട്ടോ. ഓക്കെ, കളർ പോയിട്ട് ഒരു കുന്ത പോലെ എൻ്റെ തലയിലൊന്നും വന്നില്ല. എന്നാലും നമ്മൾ ആൾക്കാരൊക്കെ പറ്റിക്കാതിരിക്കത്തില്ല. നമ്മളൊരു ചെമ്പിച്ചൊരു ഫോട്ടോയെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച്. Hello friends, well it's me Sanju. എല്ലാവർക്കും നമസ്കാരം. This is my Toby boy. നോക്ക് ടോബി, നോക്കാവുന്ന ഗൈസ്, ഇതെൻ്റെ പട്ടിയെക്കുട്ടിയാണ്, നമ്മുടെ ടോബി ബോയ് ആണ്. ഓക്കെ, കടിക്കില്ല കേട്ടാ, പക്ഷെ പഠിക്കില്ല. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എണ്ണ തേച്ച് മുടി കളർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ട്രൈയിൽ എന്തായാലും നമ്മൾ ഫെയിലായ, കാരണം എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് അറിയാമല്ലോ. എൻ്റെ മുടി കളറൊന്നും വന്നില്ല. ബട്ട് ഗൈസ്, താരനൊക്കെ പമ്പാണെന്ന് കേട്ടോ. അതെന്തായാലും എണ്ണ തേച്ചപ്പോൾ ഈ തന്നെയുടെ എഫക്റ്റാണ് എന്താണെന്ന് അറിയാമല്ലോ. എൻ്റെ തലയിലുള്ള താരന് കാര്യങ്ങളൊക്കെ പോയി മുടിയൊക്കെ ഇത്തിരി സോഫ്റ്റ് ആയി. പിന്നെ ഞാൻ മുടി ഇത്തിരി വെട്ടുകയും ചെയ്ത് കേട്ടോ അന്നത്തേനേക്കാളും. ഓക്കെ, അപ്പോൾ ഗൈസ്, പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രാവശ്യം ട്രൈ ചെയ്യാൻ പോണേ ഞാൻ വേറൊരു ഹെന്നയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കില്ല. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, മീര വിറകുണക്കിയ എന്നാണ്, ഞങ്ങൾ വിറകുണക്കിയെന്നാണ് വിളിക്കണം. എൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ദേ ഇവളാണ്, കണ്ട കൈസ്, അവളുടെ മുടി ഇരിക്കണുണ്ടോ? ഓ, തൊടുത്തിരിക്കണ്. എനിക്ക് മേലെ മുടി അവളുടെ സൂപ്പറായിട്ടോ, ഒരു രക്ഷയില്ല. പറഞ്ഞാൽ അവളുടെ ഫോട്ടോ കണ്ടിയാൽ എടി ഇതെങ്ങനെ ചെയ്ത് അവൾ പറഞ്ഞാൽ ഞാൻ എന്നെ വെച്ചിടോ കളർ വന്നതായിരുന്നു. അവൾക്ക് ഇതിന് നരമുടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും മൊത്തത്തിലായിരുന്നു. എന്നാലും ഇവളുടെ മുടി മൊത്തത്തിൽ ഇങ്ങനെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടി എനിക്കും വേണം. അവർ നീ വീട്ടിലോട്ട് വേണം. അപ്പോൾ ഞാൻ ഇന്നലെ 2 കൽപ്പിച്ചു. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ അമ്മേനെ കൊണ്ട് അതൊക്കെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് നമ്മളിന്ന് തല അപ്ലൈ ചെയ്ത് കളർ ഉണ്ടാക്കാൻ പോവാ. ഇത് ചെയ്യാൻ കാരണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു, ബ്രോ അതൊന്ന് കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തലയിൽ എണ്ണ തേക്കാൻ പോകുന്നത്. തേക്കണ്ടാണോ ഉത്തേ? ഓടിക്കള. ഓക്കെ, അപ്പോൾ നമുക്ക് തല തേക്കാം ഗൈസ്. ഇതിനകത്താണ് നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് നമ്മൾ എണ്ണക്കകത്തിട്ട് ഇങ്ങനെ കുറുക്കുക. ഗൈസ്, കുറുക്കുമ്പോൾ നല്ലപോലെ കുറുക്കണം കേട്ടാ, ഒരു ചോക്ലേറ്റ് പരുവത്തിലാക്കണം. നമ്മൾ എന്നെ ഇനി തലയിടാൻ പോകും. അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അതെനിക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് അരീസ് അവളുടെ വീഡിയോ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ കടയിൽ പോയി എണ്ണയുടെ പൊടി വാങ്ങിക്കൊണ്ട് വരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു കാപ്പി തിളപ്പിച്ചിടണം. കാപ്പി തിളപ്പിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചസാരയൊന്നും ഉണ്ടല്ല, അല്ലാതെ കട്ടൻ കാപ്പി തിളപ്പിക്കത്തില്ല. ആ രീതിക്ക് നല്ല കടുപ്പത്തി തേയിലേക്കിട്ട് കാപ്പി വെള്ളം, അങ്ങനെ തേയില വെള്ളം. ഓക്കെ, തേയില വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഈ സംഭവം ഇടണം. എന്നിട്ട് നമ്മൾ കുറുക്കി ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അമ്മ മുട്ടയുടെ വെള്ളയാണ് ഇവിടെ ഇട്ടിരിക്കേണ്ടത്. ചിലവർ മഞ്ഞ ഇടുമെന്നൊക്കെ പറയണം, എനിക്കറിയാമല്ല. ബട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ് യൂസ് ചെയ്യണത്. പറഞ്ഞാൽ മുട്ടയുടെ വെള്ളം അതിനകത്ത് ഇടണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഹാഫ് കട്ടിയിട്ട് അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞിടണം. ഓക്കെ, എന്നിട്ട് നല്ലപോലെ കുറുക്കണം. ദെൻ തൈൽ അപ്ലൈ ചെയ്യണം. വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ. ദെൻ നമ്മൾ കുളിക്കുക. അപ്പം എല്ലാവരും പറയും മറ്റേ എന്തുവാണ് ഡാൻഡ്രഫ്, എല്ലാവരും പറയും മറ്റേ അതിനെന്തുവാണ് പറയണത്, തല തേക്കണം, ഷാമ്പു. എല്ലാവരും പറയുന്നത് ഷാമ്പു ഇട്ട് കഴുകണമെന്ന്. പക്ഷേ എന്നോട് ഞാൻ ബുക്കിലൊക്കെ ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ, ബുക്കിലല്ല ആക്ച്വലി ഗൂഗിളിലാണ് ഞാൻ റെഫർ ചെയ്തത്. ഓക്കെ, ഗൂഗിളൊക്കെ റെഫർ ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഷാമ്പു യൂസ് ചെയ്താൽ കളറൊക്കെ പോകും. അപ്പോൾ കളർ വേണം എന്നുള്ളവർ ഒരിക്കലും ഷാമ്പു എടുത്ത് ഇടലും, അല്ലാതെ തല ജസ്റ്റ് കഴുകിയാൽ മതി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഷാമ്പു ഇടാതെയാണ് ജസ്റ്റ് ഒന്ന് ഇടാൻ പോണത്. അറിയാൻ പറ്റില്ല എന്താവും, മിക്കവാറും ട്രോള് വരെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ പണ്ട് ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേസ്, എങ്ങനെ വെളുക്കും അങ്ങനെയാണെന്ന് പറഞ്ഞ ചേഞ്ചിന് ചുമ്മാ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടോ. അപ്പോൾ ട്രോളാരായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പുതിയ ചാൻസ് ഇട്ടിരിക്കുകയാണ് എന്നെ ട്രോളാൻ. സഞ്ജീവ് ഹെന്ന എന്ന് പറഞ്ഞിട്ടോ കേട്ടാ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിരിക്കുവാണ്. ഈ ടീഷർട്ട് പുതിയതാണ്, അതുപോലെ തന്നെ നമുക്ക് ഈ മാല ഊരി കളഞ്ഞേക്കാം. അവിടെ ഇവിടെ ഒന്നും പറ്റണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ആദ്യം തന്നെ ഊരിയേക്കാവേ. പിന്നെ ഇത് പറഞ്ഞാൽ ഞാൻ കാണിക്കത്തില്ല, എനിക്ക് വലിയ 6 പാക്ക് ഒന്നും ഇല്ല, കൂടെ വേറെയാണ്, അതുകൊണ്ട് ഞാനിത് കാണിക്കത്തില്ല.
ഗായ്സ് അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഉണ്ടാവും, ഇതേപോലത്തെ ഒരു ഗ്ലൗസ് ഒക്കെ എടുത്ത് വെച്ചേക്കണം. വേറെ ഒന്നുമല്ല, ഇല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റും, അതുപോലെ തന്നെ ചുവന്ന കളറാകും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗ ധരിക്കുന്നത്. ഗ്ലൗ ഈ സാധനം കയറുന്നില്ല. സോ യു ഗൈസ് റെഡി? ഞാൻ എന്തായാലും റെഡിയാണ്. അപ്പോൾ നമുക്കിനി തലയിലോട്ടൊന്ന് തേച്ചേക്കാം. ഗൈസ് കണ്ട, ഗൈസ് മിക്കല അമ്മയിൽ നിന്ന് തന്നെ തെറി വിളിക്കുക, കാരണം ഈ സാധനമൊക്കെ താഴത്ത് വിളിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് കയ്യിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ നിറയെ തലകത്ത് തേക്കണം. ഗൈസ് പിന്നെ നിങ്ങൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം തല തേക്കത്തില്ലേ, അപ്പോൾ നമ്മുടെ നെറ്റിക്കും മൂക്കിലും കണ്ണിലും അവിടെ ഇവിടെ ഒന്നും പറ്റത്തില്ല, കാരണം അവിടെയൊക്കെ കളർ വരും. അതാണ് സീൻ. ഓക്കെ, മാക്സിമം എല്ലാ സ്ഥലത്തും ഈ സംഭവം തേച്ച് പിടിപ്പിച്ചേക്കണം. സോ ഗൈസ് നമ്മുടെ എക്സ്പെരിമെന്റ് ഓൾമോസ്റ്റ് ഡൺ ആയിരിക്കുവാണ്. ഇനി ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറത്തൊക്കെ ഓണാക്കണം. അതുവരെ ഞാൻ പോയി എന്തെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ മൊത്തവും വൃത്തികളായി ഗൈസ് കാണിച്ചു തരാം. അങ്ങനെ കറക്റ്റ് 1 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞിരുന്നു, ബട്ട് പബ്ജി ഒക്കെ കളിച്ച് വന്നപ്പോൾ 1 hour അങ്ങനെ കഴിഞ്ഞ്. ഓക്കെ, ഇപ്പം നമുക്ക് തലമുടിയിൽ നോക്കുവാണെങ്കിൽ കണ്ട, തലമുടി നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ദാറ്റ് ഈസ് ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആദ്യം ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം മുടിയ കളർ വരുമെന്ന്. ഓ മാൻ, കൊള്ളായിരിക്കും. പക്ഷെ അമ്മ എന്ത് കോലമാടേ എന്നൊക്കെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞുള്ളൂ. ഓക്കെ, എനിവേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരെ തല കഴുകുകയാണ്. ദാറ്റ് ഈസ് അതർവൈസ് കോൾ കുളിസീൻ. ഓക്കെ, അപ്പോൾ എൻ്റെ കുളിസീനൊന്നും നിങ്ങൾക്ക് കണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് തല കഴിയാൽ മതി ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് സെറ്റായിട്ടൊക്കെ വന്നിട്ട് നിൽക്കാം. കളർ വന്നോ ഇല്ലേ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ മുടി ചെമ്പിച്ച് ഞാൻ എന്നെ വെച്ചെന്ന് പറഞ്ഞില്ല, കളർ നോക്കിയേ. ശരിക്കും ഓ മാൻ എന്നല്ല, വാട്ട് ദ ഫക്ക് മാൻ എന്നാ പറയുന്നത്. ഇത് നോക്കിയേ ഗൈസ്, ഇത് നോക്കിയേ, കളർ പോലും വന്നില്ല, കുന്തം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ബാക്കി എന്തുമായിരിക്കും ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വന്നതെന്ന്. നോക്കും ചുമ്മാ പറഞ്ഞാണ് കേട്ടാ, നന്ദുവിന്റെ കടയിൽ നിന്ന് വെച്ച് ചുമ്മാ ഒരു പിക്ക് എടുത്ത് വെച്ചാ. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളർ വരാഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത്. വേറെ ഒന്നുമില്ല, ആ കടയിൽ പോയി വിഗ് എടുത്ത് വെച്ചും ചെമ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് നേരത്തേക്ക് പറ്റിച്ചായിരുന്നു. ബട്ട് ഇന്ന് അതും പറ്റിയില്ല. അതാണ് മൊത്തത്തിൽ ഒരു ബാഡ് ലക്ക്. ഇന്നാണെങ്കിൽ കളറും വന്നില്ല, ആ കടയിൽ ചെന്നപ്പോൾ കട പൂട്ടിയിരിക്കണം. അത് കാരണം എനിക്ക് വിഗ് കിട്ടിയില്ല. ഇല്ലെങ്കിൽ വിഗ് എടുത്ത് വെച്ചെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാണിക്കായിരുന്നു. ഇത് മൊത്തത്തിൽ എന്താണ് ഗൈസ്, ഈ കരച്ചിൽ തന്നെ കുന്തം. ഞാൻ വെച്ചിട്ട് എൻ്റെ തല കളർ വന്നില്ല. ആ പെങ്കൊച്ചാണെങ്കിൽ വെച്ചിട്ട് അവിടെ കൂടി ചെമ്പിച്ചൊക്കെ ഇരിക്കണ്. ഗൈസ് എനിക്ക് ഈ ഒരു ഫീൽഡിൽ വല്ല ഞാനൊരു എക്സ്പെർട്ടീസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുക. ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് എൻ്റെ മുടിയിൽ കളർ വരാത്തത് നിങ്ങൾ തന്നെ പറ പ്ലീസ്. ആ ആപ്പിൻ്റെ തല കളർ വന്ന് എൻ്റെ മുടിയിൽ കളർ വന്നില്ല ഗൈസ്. നോക്കിയേ, ഓ കുന്തം. എനിക്ക് കളർ വരുത്തണം, പക്ഷെ എന്നാ തേച്ചിന് വരുത്തണം. അല്ല കളർ വരുത്താൻ പറ്റും, നമുക്ക് ഫെമ്മ അല്ലെങ്കിൽ ബെർഗണ്ടിയൊക്കെ തേച്ചാൽ കളർ വരും. പക്ഷേ എന്നെ വെച്ചിട്ട് അവളുടെ മുടി വന്നു, എൻ്റെ മുടി വന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അതെന്തുകൊണ്ട്? ഓ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയണം. ബട്ട് എന്താണെന്ന് അറിയാമല്ലോ, എനിക്ക് കളർ വന്നില്ല, കുന്തം. പിന്നെ ഗൈസ് എൻ്റെ തലയിലെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യനര ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു വെളുത്ത മുടി ഉണ്ടായിരുന്നു, അതാ നരച്ച മുടി ഉണ്ടായിരുന്നു. അത് ഇനി മുതൽ ഭാഗ്യനര എന്നല്ല, ഭാഗ്യ ചെമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു മുടി ഇപ്പോൾ ചെമ്പൻ കളറിലാണ് ഇരിക്കുന്നത്. അതേ ഇപ്പോൾ കാണിച്ചു തരാം, നോക്കി. കണ്ട ഗൈസ്, ചെമ്പിച്ചിരിക്കണം. ആ ഒരു മുടി ഞാൻ ചെമ്പിച്ചിരിക്കണം. ഓ മാൻ, ഐ ഗോട്ട് ഭാഗ്യം ചെമ്പൻ ഓവർ ഹിയർ. ശരിക്കും ഞാൻ ഓർത്ത് കേട്ടാ, ഇന്നത്തെ എക്സ്പെരിമെന്റ് ദാറ്റ് ഈസ് ഫെയിൽ ആകത്തില്ല. നമ്മൾ എന്തായാലും വിജയിക്കും. വിജയശ്രീ ലാളിതനായിട്ട് ഞാൻ വരും. ദാറ്റ് ഈസ് എൻ്റെ മുടിയൊക്കെ ചെമ്പിച്ച് മറ്റേ സൂപ്പർ സേനായ ഗോക്കു ഇല്ലേ, ഗോക്കു. അപ്പോൾ സൂപ്പർ സേന ആ കാർട്ടൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെയാണെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. ഗോക്കു, വെജീറ്റ, സയൻസ്, യു നോ വാട്ട് ഐ മീൻ. പൊളി കാർട്ടൂൺ. അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടൊക്കെ ഇപ്പോൾ സീരീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വിട്ടുപോയി. അപ്പോൾ നമ്മൾ ചെമ്പിച്ചൊക്കെ നിൽക്കാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ബട്ട് ഗൈസ് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് ചെമ്പിച്ച് കിട്ടിയില്ല. ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് ഫെയിലായി. അപ്പോൾ പ്ലീസ് ഗൈസ് എന്താണ് റീസൺ എന്ന് താഴത്ത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പ്ലീസ് ഗൈസ്, പ്ലീസ്.
എനിക്കറിയണം വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് മൈ ഹെയർ. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചെറിയ എന്താണ് ഫെയിൽഡ് വ്ലോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതിൻ്റെ ആൻസർ ഒന്ന് താഴത്ത് കമൻറ്റും കൂടെ ചെയ്തേക്കണം. ഓക്കെ, ടോമി ബോയ്. So guys, keep supporting. It's me, Sanju, and bye. It's me, Toby this side. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. എല്ലാവരും സഞ്ജുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണേ.